1000 ആളുകൾക്ക് നെയ്ച്ചോറിക്കും പൊറോട്ടയ്ക്കും പത്തിരിക്കും ഒക്കെ പറ്റിയ കിഡിലൻ ഒരു ചിക്കൻ വെള്ളക്കുറുമ എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. ഒരു ചെമ്പ് അടുപ്പത്ത് വെച്ച് ചൂടായിട്ട് വരുമ്പോഴേക്കും വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. പിന്നെ പട്ടായാലും ഗ്രാമ്പു പെരിഞ്ചീരകം കൂടെ അയക്കാണ്ട് ഇട്ട് കൊടുക്കുക. എന്നിട്ട് അതൊന്നും ഇങ്ങോട്ട് മൂത്ത് വരുമ്പോൾ അതിലേക്ക് കറിവേപ്പിലാണ്ട് ഇട്ട് കൊടുക്കുക. പിന്നെ അതാ സവാള ഇങ്ങനെ ചെറുതാക്കിയിട്ട് അരിഞ്ഞാട്ടാ നമ്മൾ ഓംലേറ്റിക്കൊക്കെ കട്ട് ചെയ്യുന്ന പോലെ അരിഞ്ഞത് അതിലേക്കാണ്ട് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നല്ല രീതിയിൽ ഒന്നുണ്ട് ഇളക്കിയതിൻ്റെ ശേഷം അതിലേക്ക് നമ്മൾ പാകത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കണം. പാകത്തിനുള്ള ഉപ്പ്, കല്ലുപ്പ് ചേർക്കണം കേട്ടോ നല്ലത്. എന്നിട്ട് ഇത് അതും ആ സവാള ഒന്നും കൂടി വാടി വരുമ്പോഴേക്ക് ഇഞ്ചി അരച്ചതും വെളുത്തുള്ളി അരച്ചതും കൂടെ ചേർത്ത് കൊടുക്കുക. പിന്നെ പച്ചമുളക് അരച്ചതും കൂടെ അതിൽക്കാണ്ട് ചേർത്ത് കൊടുക്കുക കേട്ടോ. എല്ലാം കൂടി അതിൻ്റെ പച്ചമണം മാറും വരെ അതിലിട്ട് ഒന്നും കണ്ട് നല്ല രീതിയിൽ വഴറ്റി കണ്ട് എടുത്തതിൻ്റെ ശേഷം അതിക്ക് നമ്മൾ വൈറ്റ് പെപ്പർ പൗഡർ ആട്ടോ ചേർത്ത് കൊടുക്കണേ. എന്നിട്ട് ഇത് പാകത്തിന് വെള്ളം കൂടെ ഒന്ന് ഒഴിച്ചിട്ട് അതൊന്നും കണ്ട് ഇളക്കി റെഡിയാക്കി എടുക്കുക. ഈ കറിക്ക് ആവശ്യമായ വെള്ളം, അതായത് നമുക്ക് ലാസ്റ്റ് തേങ്ങ ഒക്കെ ചേർക്കാണ്ട്, അപ്പോൾ അതിന് പാകത്തിന് വെള്ളം ചേർക്കാൻ പാടുള്ളൂ കേട്ടോ. എന്നിട്ട് ഇതാ ചിക്കൻ എടുത്തിട്ട് അതിൽ ഇട്ട് കൊടുക്കുക. 110 കിലോ ചിക്കൻ ആട്ടോ നമ്മൾ കറി പീസായിട്ട് വെട്ടിയിട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ആ മസാലയിൽ അത് നല്ല രീതിയിൽ ഒന്നുകൊണ്ട് മിക്സ് ആക്കിയിട്ട് എടുത്തതിൻ്റെ ശേഷം അവിടെ വേവാൻ വേണ്ടിയിട്ട് ലോ ഫ്ലെയിമിൽ അവിടെ കുറച്ച് നേരം വെച്ചതിൻ്റെ ശേഷം ചിക്കനൊക്കെ വെന്ത് വന്നതിൻ്റെ ശേഷം ആയിരിക്കും നമ്മൾക്ക് തേങ്ങ അരച്ചത് ചേർത്ത് കൊടുക്കട്ടോ. 100 തേങ്ങ വേണം കേട്ടോ അതിലേക്ക്. എന്നിട്ട് ഇതാ മൊത്തത്തിൽ നല്ല രീതിയിൽ ഒന്ന് ഇളക്കി യോജിപ്പിച്ചതിൻ്റെ ശേഷം അതിൻ്റെ മേലെ കൂടി നമ്മൾ ഗരം മസാലപ്പൊടി, ജീരകപ്പൊടി, കുരുമുളക് പൊടി, അപ്പോൾ ബ്ലാക്ക് പെപ്പർ പൗഡർ തന്നെ ഇട്ട് കൊടുത്തിക്കണേ. എന്നിട്ട് അതിൻ്റെ മേലെ കൂടി ഒരു അല്പം നല്ല നെയ്യും കൂടെ അങ്ങോട്ട് ഒഴിച്ചിട്ട് അവസാനമായിട്ട് മല്ലിയിലയും കൂടെ വാരി വെതിര സാധനം സെറ്റായി.